ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിഡോ. നമ്മൾ ഓണപ്പരീക്ഷ ഇപ്പോൾ ദാ അടുത്തെത്തി. നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ച് മാർക്കിന് മാത്രം വരുന്ന നമ്മളെ ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന SS1 മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ മാർക്കിനാണ് SSLCക്കായാലും ഓണപ്പരീക്ഷക്കായാലും ഇത് വരുന്നത്. ഇതൊരു സോഷ്യോളജി ഹ്യൂമാനിറ്റീസിലെ മറ്റൊരു ബ്രാഞ്ചായിട്ടുള്ള സോഷ്യോളജി, സമൂഹത്തെക്കുറിച്ചിട്ടുള്ള പഠനമായ സൊസൈറ്റിയെ കുറിച്ചിട്ട് പഠനമുള്ള സോഷ്യോളജിയിലെ ഒരു ചെറിയ ചാപ്റ്ററാണ് ഇതിൽ ആകെ വരാനുള്ള 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് സോഷ്യൽ അനാലിസിസ് ആണ്, പിന്നെ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്ന സാമാന്യ ബോധജ്ഞാനം, സോഷ്യൽ അനാലിസിസ്, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, അതിൻ്റെ കുറച്ച് സബ് ക്വസ്റ്റ്യൻ, ഒരു 4 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്ററിന് വരുന്നുള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ഷുവറായിട്ട് വരുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം കോമൺ സെൻസ് നോളജ് ആണ്. മലയാളത്തിൽ അതിനെ സാമാന്യ ബോധജ്ഞാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു വ്യക്തിപരമായ അനുഭവമാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവൻ്റെ ഒരു അനുമാനമാണ്. അതെങ്ങനെ കിട്ടുന്നത്? ഈസ് ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഗെയിൻഡ് ത്രൂ ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സമൂഹത്തിലെ ഇടപെടൽ, അതുപോലെ തന്നെ സാംസ്കാരിക അറിവ് എന്നിവയിൽ നിന്നൊക്കെ ലോകത്തെക്കുറിച്ച് വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരു ധാരണ മാത്രമാണ് കോമൺ സെൻസ് നോളജ്. ഇത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു ധാരണ മാത്രമാണ്. സമൂഹത്തിൽ നിരന്തരമായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവാണ് എന്ത്? കോമൺ സെൻസ് നോളജ് ആണ്. അതിന് 2 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. സൂര്യൻ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇത് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് കാലാകാലങ്ങളായി കേട്ടത്. അതുപോലെ തന്നെ തീയിൽ കൈ തൊട്ടാൽ കൈ തീയിൽ വെച്ചാൽ നമുക്ക് പൊള്ളുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് തീ പൊള്ളിയത് എന്ന് വെച്ചാൽ തീയിൽ കൈയിട്ടപ്പോൾ. എന്നാൽ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ, പൊള്ളിയത് എന്തുകൊണ്ടാണെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് കൊണ്ട് അസ്തമിക്കുകയാണെന്നൊന്നും നമ്മൾ അന്വേഷിക്കണില്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ്. അതിനെയാണ് കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇത് 1 വേർഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് കോമൺ സെൻസ് നോളജ്? എന്താണ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്? അതിൻ്റെ 2 ഉദാഹരണങ്ങളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കോമൺ സെൻസ് നോളജ് എങ്ങനെ നമുക്ക് കിട്ടും? എങ്ങനെയാണ് നമുക്ക് കോമൺ സെൻസ് നോളജ് കിട്ടുക? ഒന്ന് വളരെ സിമ്പിളാണ്, പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ്. അതായത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് നമുക്കൊന്ന് കിട്ടുക, ഒന്നാമത്തത്. പിന്നെ ജനറൽ ഒബ്സർവേഷൻ, സമൂഹത്തിലെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ അത് കോമൺ സെൻസ് നോളജ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ, സമൂഹത്തിൽ ഇടപഴകുമ്പോൾ, സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഇടപഴകുമ്പോൾ നമുക്ക് കോമൺ സെൻസ് നോളജ് കിട്ടും. അതുപോലെ തന്നെ കൾച്ചറൽ നോളജ്, സാംസ്കാരികപരമായിട്ടുള്ള അറിവുകളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഈ കോമൺ സെൻസ് നോളജ് കിട്ടും. പരീക്ഷയ്ക്ക് 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് വാട്ട് ആർ ദ വേയ്സ്, എങ്ങനെയാണ് നമുക്ക് കോമൺ സെൻസ് നോളജ് ലഭിക്കുന്നത് എന്ന്. 4 കാര്യങ്ങളാണ്. ഓരോ പോയിന്റിന് 1/2 മാർക്ക് 2 മാർക്കിന് വരാൻ സാധ്യതയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ ജനറൽ ഒബ്സർവേഷൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, കൾച്ചറൽ നോളജ്. ഈ 4 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കോമൺ സെൻസ് നോളജ് കിട്ടുന്നത്. അടുത്തത് എന്താണ് ലിമിറ്റേഷൻ? കഴിഞ്ഞ SSLC എക്സാമിനുകളിലൊക്കെ വന്ന സ്ഥിരം ചോദ്യമാണ്. എന്താണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലിമിറ്റേഷൻ? അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതാണ് ഇത് ഗീവ്സ് പാർഷ്യൽ നോളജ്. ഇതൊരു ഭാഗികമായ അറിവ് മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. അതായത് തീ പൊള്ളുമ്പോൾ നമ്മളെ ശരീരത്തിൽ തീ കൈയിടുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പൊള്ളുന്നു എന്നവിടെ ഇതാകുന്നില്ല. വെറും പൊള്ളുന്നത് തീ കൊണ്ടാണ് എന്ന് മാത്രമേ നമ്മൾ അവിടെ സംസാരിക്കുള്ളൂ. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളൊന്നും നമ്മൾ ഇതാക്കില്ല. പാർഷ്യലായിട്ടുള്ള നോളജ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തത് ബേസ്ഡ് ഓൺ ദ സ്പെക്യുലേഷൻസ്, അതായത് സ്ഥിര സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്ഥിരമായിട്ട് ചില ധാരണകളുണ്ട്,
അതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് കോമൺ സെൻസ് നോളജ് ഇതാകുക. ബേസ്ഡ് ഓൺ ദ സ്പെക്കുലേഷൻ. പിന്നെ സ്റ്റീരിയോ ടൈപ്പ് വളരെ പ്രധാനപ്പെട്ടാണ്. ചില മിഥ്യാധാരണകളുടെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, ഊഹാപോഹങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ കോമൺ സെൻസ് നോളജ് ഉണ്ടാകുക. സമൂഹത്തിൽ നടക്കുന്ന ചില സ്റ്റീരിയോ ടൈപ്പുകൾ, അതായത് സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യണമെന്നും പുരുഷന്മാർ പുറത്തുപോയി പണം ഉണ്ടാക്കി കുടുംബം പോറ്റണം എന്നുള്ള ചില മിഥ്യാധാരണകൾ സമൂഹത്തിലുണ്ടാവും. അത് കോമൺ സെൻസ് നോളജിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന, അത് എന്തുകൊണ്ട് അതൊരു മിഥ്യാധാരണയാണ്. അത്തരത്തിലുള്ള കോമൺ സെൻസ് നോളജ്, അത്തരത്തിലുള്ള മിഥ്യാധാരണകൾ സമൂഹത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നോട്ട് സയൻറ്റിഫിക്, ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഇതല്ല. പിന്നെ ഇതൊരു വലിയ സാമൂഹിക പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ 4 ലിമിറ്റേഷന് നിങ്ങൾ ഓർത്തു വെക്കുക. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്? എന്താണ് ലിമിറ്റേഷൻ, പോരായ്മകൾ, പരിമിതികൾ, കോമൺ സെൻസ് നോളജിൻ്റെ പരിമിതികൾ, വേസ് എന്താണ്, എങ്ങനെയാണ് കോമൺ സെൻസ് നോളജ് നമുക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ കിട്ടുന്ന കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻ, പരിമിതികൾ എന്തെല്ലാമാണ് എന്നാണ് ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ. പിന്നെ അടുത്തത് എന്താണ് സോഷ്യൽ അനാലിസിസ്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കൊരു കോമൺ സെൻസ് നോളജ് ഉണ്ട്, അതിനെ സോഷ്യൽ അനാലിസിസ് ചെയ്തിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലേക്ക് എത്തും എന്നുള്ളതാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ് ഇതിൽ, 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന് കോമൺ സെൻസ് നോളജ്, സാമാന്യ ബോധജ്ഞാനം, അല്ലെങ്കിൽ പിന്നെ അടുത്തത് സോഷ്യൽ അനാലിസിസ് അഥവാ സമൂഹത്തിൻ്റെ പഠനം അല്ലെങ്കിൽ വിശകലനം സാമൂഹിക വിശകലനം എന്നാണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്? എക്സാമിൻ ഹൗ റിലേഷൻഷിപ്പ്, എന്താണ്, എങ്ങനെയാണ് ബന്ധങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങൾ ആൻഡ് പ്രോബ്ലം അഫക്ട് ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. സോഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അത് സാമൂഹിക ബന്ധങ്ങൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഘടനകൾ, സ്ട്രക്ചർ, പ്രശ്നങ്ങൾ എന്നിവയെ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെയാണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാമൂഹിക പ്രശ്നം, ആ സാമൂഹിക പ്രശ്നം എങ്ങനെയാണ് ബന്ധങ്ങളെ, കുടുംബത്തെ, അതുപോലെ തന്നെ സമൂഹത്തിലെ വേറൊരു കുടുംബം, ആ കുടുംബത്തെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങളെയും, അതുപോലെ തന്നെ ഘടനകൾ, സമൂഹത്തിൽ കുറച്ച് സ്ട്രക്ചറുകളുണ്ട്, ആ സ്ട്രക്ചറുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പഠിക്കുന്നതിനെയാണ്. ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടാവും, ആ സോഷ്യൽ പ്രോബ്ലത്തെ കൃത്യമായിട്ട് സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ഘടകങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നത് പഠിക്കുന്നതിനെയാണ് സോഷ്യൽ അനാലിസിസ്. ഈ ഡെഫിനിഷൻ നോക്കുക, ഇതിനെയാണ് എന്താണ് പറയുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. ദ അനാലിസിസ് എക്സാമിൻ ഹൗ റിലേഷൻഷിപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രോബ്ലം അഫക്ട് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ ബാധിക്കുന്നു അതിനെക്കുറിച്ചിട്ടുള്ള പഠനം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ അനാലിസിസ് ആണ്. ആദ്യം ഒരു കോമൺ സെൻസ് നോളജ് ഉണ്ടാവും, ആ കോമൺ സെൻസ് നോളജിനെ നമ്മൾ സോഷ്യലായിട്ട് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുന്നതോടുകൂടി സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ് പഠനം പറയുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ള ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്, സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത്. ഇതാര് കൊണ്ടുവന്നു എന്ന് 1 വേർഡിന് പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും. CW മിൽസ് അല്ലെങ്കിൽ ചാൾസ് റൈറ്റ് മിൽസ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഇത് കണ്ടെത്തിയത് 1959 ഇത് കണ്ടെത്തിയത്. 1959 ഇദ്ദേഹം കണ്ടെത്തിയ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആരാണ്? ചാൾസ് റൈറ്റ് മിൽസ്. പരീക്ഷയ്ക്ക് 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചാൾസ് റൈറ്റ് മിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇനി എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്? ടു സീ ഹൗ ദ പേഴ്സണൽ പ്രോബ്ലം റിലേറ്റഡ് ടു സൊസൈറ്റി. ഒരു വ്യക്തിഗത പ്രശ്നം
എങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുന്നത് എന്ന് വിശകലനം ചെയ്യുന്നതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് ഐഡൻറ്റിഫൈ ദ സോഷ്യൽ കോസസ് ബിഹൈൻഡ് ദ പേഴ്സണൽ പ്രോബ്ലംസ്. ഒരു പേഴ്സണൽ പ്രോബ്ലം എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ഈസ് ദ സ്കിൽ ടു സീ ഹൗ പേഴ്സണൽ പ്രോബ്ലം റിലേറ്റ് ടു സൊസൈറ്റി. ഒരു പേഴ്സണലായിട്ടുള്ള ഒരാളുടെ വ്യക്തിഗത പ്രശ്നങ്ങൾ എങ്ങനെയാണ് വിശാലമായിട്ട്, അത് കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ട് അത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്ങനെ നമ്മൾ സമൂഹത്തെ ബാധിക്കുന്നു എന്ന് കൃത്യമായിട്ട് സ്ഥിതി ചെയ്യുന്നതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വ്യക്തിഗത പ്രശ്നത്തെ എങ്ങനെ വിശകലനം ചെയ്യുന്നു, ഡീപ്പായിട്ട്, വളരെ ഡീപ്പായിട്ട് അത് വിശകലനം ചെയ്യും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? 6 ഫീച്ചറുകൾ ആണുള്ളത്. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ബ്രോഡൻസ് ദ ഇൻഡിവിജ്വൽ പേഴ്സ്പെക്റ്റീവ്. ഇതിനൊരു വ്യക്തിഗതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകും. അതായത് ഒരു ആക്സിഡൻറ്റ് നടന്നു, ആ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ട്രാഫിക് ജാം റെഗുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, റോഡ് ശരിയല്ല, ഇതല്ല. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഓരോ വസ്തുതക്കും കൃത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനെ ഡീപ്പായിട്ട് എന്താണ് വിശാലമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകും സോഷ്യോളജിക്കൽ ഇമാജിനേഷനോട്. അതുണ്ടാകാനിടയായ കാരണം അതിനെ കൃത്യമായിട്ട് പഠിക്കാൻ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ കഴിയും. അതിന് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റിൻ്റെ കേസാണ്. അതിന് പല റീസൺ ഉണ്ടാവും. കാരണം ചിലപ്പോൾ റോഡ് വീതി കൂട്ടാതെ ആവും, അതുപോലെ ട്രാഫിക് വയലേഷൻ ആവും, അതുപോലെ തന്നെ മറ്റ് പല റീസണുകളുണ്ട്. അതിനെയൊക്കെ കൃത്യമായിട്ട് സോഷ്യോളജിക്കൽ ഇമേജ് വ്യക്തിഗതമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. ബ്രോഡൻസ് ദ ഇൻഡിവിജ്വൽ. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. സമൂഹത്തിലെ ഒരു പ്രശ്നം കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ പറ്റും ഡീപ്പായിട്ട്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും ജോലിക്ക് തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. അപ്പോൾ പലതരത്തിലുള്ള റീസൺ ഉണ്ടാവും. ഒന്നാമത്തേത് ഈ സ്റ്റീരിയോ ടൈപ്പ് കൊണ്ടായിരിക്കാം സ്ത്രീകൾ ഇതുണ്ടാവും. എന്താണ് റീസൺ? ചിലപ്പോൾ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടാത്തതാണെന്നോ, അതിനെ ഒരു സാമൂഹിക പ്രശ്നത്തെ, അത് പലതരം ജെൻഡർ ഗ്യാപ്പ് ആയാലും തൊഴിലില്ലായ്മയായാലും എന്തായാലും കൃത്യമായിട്ട് ഒരു സാമൂഹിക പ്രശ്നത്തെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ നമുക്കതിനെ സാധിക്കും. അതുപോലെ തന്നെ എനേബിൾ സെൽഫ് റിഫ്ലക്ഷൻ. നമുക്കൊരു സ്വയം പ്രതിപതനം അതിൽ ഉണ്ടാകാൻ കഴിയും. സെൽഫ് റിഫ്ലക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് പലതരത്തിൽ എന്ത് ജോലി തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മളിലുണ്ടായ ആ സോഷ്യോളജിക്കൽ നമുക്ക് സെൽഫ് റിഫ്ലെക്സിവിറ്റി വർദ്ധിക്കും എന്നുള്ളതാണ്. സ്വയം പ്രതിഫലനം. നമ്മൾ തന്നെ ആലോചിക്കണം എന്താണ് നമുക്ക് പറ്റിയത്, നമുക്ക് കേട്ടോ. ഇനി നിങ്ങൾ +1 പോകുമ്പോൾ ഈ പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കും. നിങ്ങൾക്ക് സയൻസ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, കൊമേഴ്സ് വേണോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സമൂഹത്തിൽ ജോലിക്കും ആ സാധ്യതകൾക്കും നിങ്ങളുടെ ഒരു ഇതിനുള്ള തരത്തിൽ എന്ത് ചെയ്യണം, ഇതാണ് ഒരു സെൽഫ് റിഫ്ലക്ഷൻ വേണം. അതുപോലെ തന്നെ ഡെവലപ്സ് എംപതി ആൻഡ് ടോളറൻസ്. സഹാനുഭൂതിയും സഹിഷ്ണുതയും സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു വിമർശനാത്മകമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്താണ് ഇങ്ങനെ ഇതാകാത്തത്. അപ്പോൾ നമുക്ക് നമ്മളതായിട്ടുള്ളൊരു ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായിട്ടുള്ളൊരു ചിന്ത നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ ഇതാകാൻ കഴിയും. രാജ്യത്ത് നിങ്ങളെ മുന്നിൽ ഒരു അനീതി നടന്നു. അപ്പോൾ അനീതി നടന്നപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നമാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളായിട്ടുള്ളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് വളർത്താൻ കഴിയും. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഈ അടുത്ത് നടന്ന ഒരു നമ്മുടെ നീറ്റിൻ്റെ ഇതിലൊരു പ്രശ്നം നടന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ട് ഒരു ഇതുണ്ടായി. അപ്പോൾ സമൂഹത്തിൽ വളരെയധികം ഇതാണ്, കഴിഞ്ഞ മാസങ്ങളിൽ നടന്നതാണ്. 20 കുട്ടികൾ അതിൽ ആത്മഹത്യ ചെയ്തു. അതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്, സൂയിസൈഡ്. അപ്പോൾ തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാതെ ഒരുപാട് യുവാക്കൾ അതിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു. ആ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനുവേണ്ടി യുവാക്കളെല്ലാവരും, ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ ചിന്തിക്കുന്ന യുവാക്കളെല്ലാവരും കൂടിയിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചു, കോക്രോച്ച് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടി
എന്ത് ചെയ്തു? ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അപ്പോൾ അതാണ് ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സമൂഹത്തിലെ നെഗറ്റീവായിട്ടുള്ള മാനദണ്ഡങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്, സമൂഹത്തെ കൃത്യമായിട്ട് ഒരു സോഷ്യൽ പ്രോബ്ലത്തെ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഈ 6 സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ നമുക്ക് ഈ 6 കാര്യങ്ങൾ ആണ് ഇതിൻ്റെ ഫീച്ചർ. അവസാനത്തിനാണ് പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്. ഇത് പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഇതിൽ എങ്ങനെ വന്നത് വെച്ചാൽ ഇത് കുറച്ച് പോയിന്റ് തരും, ഇതിൽ നിന്ന് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ഫീച്ചർ തരും, ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും. ഓക്കെ, ഇത് നേരെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ വാരി വലിച്ച് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 3 മാർക്കിനാണെങ്കിലും ഇതിൽ 3 ഫീച്ചർ ഏതാണെന്ന് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ഈ 6 ഫീച്ചറുകളൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി എന്താണ് ഇതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. ഒന്ന്, ഇത് ലിമിറ്റഡ് ടു പേഴ്സണൽ വ്യൂസ്. ഇത് വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നമാണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ നേരെ തിരിച്ചാണെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലോ ഇത് സാമൂഹിക ഘടകങ്ങളുമായിട്ടാണ് ബന്ധിക്കുന്നത്. വ്യക്തിഗത പ്രശ്നങ്ങളെ സാമൂഹിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട്സ് ദ സോഷ്യൽ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ടു ദ ലാർജർ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. വലിയ ഇതിലേക്ക് ഇതാകും. ഇത് മറ്റൊരു പേഴ്സണലാണ്, പക്ഷേ പേഴ്സണൽ പ്രോബ്ലം ആണെങ്കിലും ഇത് എന്താണ് സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൂപ്പർഫിഷ്യൽ ആൻഡ് എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റീരിയോടൈപ്പ്. കോമൺ സെൻസ് നോളജ് ഒരു മിഥ്യാധാരണയാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള സമൂഹത്തിലുള്ള ഒരു മിഥ്യാധാരണകളെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടാവും കോമൺ സെൻസ് നോളജ്. എന്നാൽ അനലൈസ് ഡീപ്ലി, ഇവിടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ സമൂഹത്തിലെ ഒരു പ്രശ്നം വളരെ ഡീപ്പായിട്ട് ഇതാകും. സമൂഹത്തെ ബാധിക്കുന്ന ഒരു വ്യക്തിയെ സാമൂഹിക പ്രശ്നം എങ്ങനെ ബാധിക്കുന്നു എന്നുണ്ട്, ഫാക്ടേഴ്സ് ഓൺ ഇൻഡിവിജ്വൽ സോഷ്യൽ പ്രോബ്ലം എങ്ങനെ ബാധിക്കുന്നു എന്ന് കൃത്യമായി ഡീപ്പായിട്ട് ഇതാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ സ്റ്റീരിയോ ടൈപ്പ് ആയിരിക്കും. പിന്നെ സോഷ്യൽ റിയാലിറ്റീസ് പ്രോബ്ലംസ് ആർ തിങ്കിങ് ത്രൂ ദ ക്രിട്ടിക്കൽ നോട്ട് അപ്രോച്ച്ഡ് ത്രൂ ക്രിട്ടിക്കൽ തിങ്കിങ്. ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല, വിമർശനാത്മകമായിട്ടുള്ള തിങ്കിങ് ഇല്ല. പിന്നെ ഇവിടെ എന്താണ് എൻകറേജ് ചെയ്യുന്നുണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഇതാകുന്നുണ്ട്. അതുപോലെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ വിമർശനാത്മകമായിട്ട് ഇവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല. പക്ഷേ ഇവിടെ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, അതും കൃത്യമായിട്ട് ഡീപ്പായിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും കോമൺ സെൻസ് നോളജും തമ്മിലുള്ള സാമാന്യ ബോധജ്ഞാനവും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പവും ഇത് തമ്മിലുള്ള 2 ബന്ധങ്ങൾ, ഡിഫറൻസുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട് 3 മാർക്കിന്. ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. വളരെ ഷോർട്ടായിട്ടാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. ഇത് 3-ാം ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ഇനി 1-ാം ചാപ്റ്ററിൻ്റെയും 2-ാം ചാപ്റ്ററിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് പരീക്ഷൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന ഹ്യൂമനിസവും അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെയും. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ. ജോഗ്രഫി നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. യൂട്യൂബ് ചാനലിലും അത് അവൈലബിൾ ആണ്. 3 ചാപ്റ്ററുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.